രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കേരളത്തിൽ ഏറ്റവും അധികം തരംഗമുണ്ടാക്കിയ കോൺഗ്രസിന്റെ രണ്ട് യുവ നേതാക്കളാണ്. എന്നാൽ ഈ കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയുമില്ല. വർത്തമാനകാല കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനമുണ്ടാക്കിയ മറ്റൊരു യുവജോഡികൾ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്നല്ല വേറെ ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ ലിസ്റ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി സാങ്കേതികമായി അഭിസംബോധന ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്, പറ്റുകയുമില്ല. കാരണം ലൈംഗികാരോപണ വിവാദത്തെ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. എങ്കിലും കോൺഗ്രസ് അണികൾക്കിടയിലും അതുപോലെ വലിയൊരു വിഭാഗം പൊതുജനങ്ങൾക്കിടയിലും രാഹുൽ ഇപ്പോഴും ഒരു വികാരമായി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളും രാഹുൽ ഉയർത്തിയ ശബ്ദം ഇന്നും അണികൾക്കിടയിൽ മാറ്റൊലി കൊള്ളുന്നുമുണ്ട്. ഷാഫി പറമ്പിലാകട്ടെ ഇപ്പോഴും കോൺഗ്രസിന്റെ കരുത്തനായ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ വരും കാലങ്ങളിൽ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരാളായി മാറാനും ഷാഫിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി അവിടെ വൻ വിജയം നേടിയതോടെ ഷാഫിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുക കൂടിയാണ്. അത് ആരും ഇല്ലാന്ന് പറയുകയുമില്ല. ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും ഷാഫിയെ വാഴ്ത്തുന്ന നിരവധി ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയും അതുപോലെ തന്നെ യുവജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും അത്രമേൽ സ്വാധീനം ചെലുത്തുന്നത് കൂടിയാണ്. ഒരു വികാരമായി ഷാഫിയെ നെഞ്ചേറ്റുന്ന മലബാറിലെയും മധ്യ കേരളത്തിലെ യുവാക്കൾ കോൺഗ്രസിന്റെ വലിയൊരു ആസ്തി തന്നെയാണ് എപ്പോഴും ഉള്ളത്. കാരണം അത്രത്തോളം വലിയ അസ്തിത്വമാണ് ഷാഫി പറമ്പിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ യുവാക്കൾക്ക് ഉണ്ടാകുന്നത്. അത്രത്തോളം വലിയ ആവേശമാണ് ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഷാഫി പറമ്പിനൊപ്പം തന്നെ മുന്നോട്ട് കുതിക്കുകയായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി ഉയർന്നുവന്ന ലൈംഗികാരോപണ വിവാദത്തിൽ പരാതികൾ, അതുപോലെ തന്നെ കേസുകൾ, അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ, ജയിലിലാവുക സംഭവം, അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഒക്കെയായി താൽക്കാലികമായി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. 2025 ഓഗസ്റ്റിൽ ഉയർന്നുവന്ന ആ പ്രതീക്ഷ അല്ലെങ്കിൽ ആ അപ്രതീക്ഷിതമായ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ രാഷ്ട്രീയമായി വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. രാഷ്ട്രീയ എതിരാളികളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ മാധ്യമ മേഖലയിൽ നിന്നുണ്ടായ കഥാപ്രസംഗയുടെ ഗൂഢാലോചന എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ വഴിവിട്ടു പോയി എന്ന് പറയാവുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് സമീപകാലത്തൊന്നും ശക്തനായി തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോടതി തന്റെ നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി രാഹുൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുമെന്ന് കരുതുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരും മറുവശത്ത് ശക്തമായി ഉണ്ടാകുന്നുണ്ട്. സത്യം എന്തായാലും പുറത്തു വരുമെന്നും രാഹുൽ തിരിച്ചു വരുമെന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നും സൈബർ ഇടങ്ങളിലും സജീവമാകുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ അമ്മമാരും സ്ത്രീകളും അടക്കമുള്ളവർ ഒട്ടനവധി ഒരു വലിയ ജനവിഭാഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിൽ അടങ്ങുന്ന കോൺഗ്രസിലെ യുവ നേതാക്കൾ ആ ലിസ്റ്റിൽ വേറെയും ആളുകളുണ്ട് കേട്ടോ. കാരണം സന്ദീപ് വാര്യരും വി കെ ശ്രീകണ്ഠനും മാത്യു കുഴൽനാടനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ യുവനിര തന്നെ കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കളായി മാറിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ യുവതുർക്കികളായി അതിവേഗത്തിലാണ് ജനമനസ്സുകളിൽ സ്വാധീനം നേടി കുതിച്ചുയർന്നു വരുന്നത്. ഇവരൊക്കെ ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, K മുരളീധരൻ, VM സുധീരൻ, അതുപോലെയൊക്കെ തന്നെ ഒപ്പം ചെന്നിത്തല അടങ്ങുന്ന വലിയൊരു നേതാക്കളെക്കാൾ കൂടുതൽ ജനപിന്തുണ വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കാൻ ഈ യുവതുർക്കികൾക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയ എതിരാളികളുടെ പ്രാഥമികമായ ടാർഗറ്റ് ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, ആർക്കും അതിൽ സംശയവുമില്ല. പ്രത്യേകിച്ചും ഒരു തുടർഭരണം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിനെ പതനം ആഗ്രഹിക്കുന്ന CPM-നും അതുപോലെ തന്നെ LDF-നും ഏറ്റവും അധികം ദേഷ്യമുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരുമല്ല, മറിച്ച് വളർന്നു വരുന്ന ജനങ്ങൾക്കിടയിൽ തരംഗമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ യുവ നേതാക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ യുവ താരങ്ങൾ തന്നെയാണ്. പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഇവരെ തള്ളിക്കളയുക അല്ലെങ്കിൽ തളയ്ക്കുക എന്നുള്ളത് സർക്കാരിന്റെയും ഇടതു മുന്നണിയുടെയും പ്രധാന ലക്ഷ്യമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോഴും അത് ഏറ്റെടുത്ത് CPM ആറാടി തിമിർത്തത്. മൂന്നാം ബലാത്സംഗ കേസ് വരെ രാഹുലിനെ പിന്തുടർന്നു. ഇവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന കേസുകളിൽ അന്തിമവാദം പറയേണ്ടത് കോടതി തന്നെയാണ്. പക്ഷേ മാധ്യമ കോടതി ജഡ്ജികളും കഥാപ്രസംഗരൊക്കെ തള്ളിമറിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും കോടതിയിൽ സംഭവിക്കില്ല എന്ന് രാഹുൽ അനുകൂലികൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണെന്ന് നേതൃത്വം പറയുമ്പോഴും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അതത്ര ദഹിച്ചിട്ടുമില്ല. രാഹുൽ വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ കൂക്കിവിളിയും മാധ്യമ കിങ്കരന്മാരുടെ കഥാപ്രസംഗം ഒന്നുമല്ല പ്രധാനം, മറിച്ച് ജനങ്ങൾക്കിടയിൽ രാഹുൽ വേട്ടയാടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാകുന്നുണ്ട്. രാഹുലിനെതിരെ നിയമ നടപടികളും റിമാൻഡുമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയുള്ള മുറവിളി പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യനെ ഇത്രമാത്രം ക്രൂശിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ രാഹുൽ ഒരു പെണ്ണുപിടിയനാണെന്ന് സ്ഥാപിക്കാൻ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖകൾ ഉറഞ്ഞു തുള്ളിയെങ്കിലും ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ അത് പഴയ പോലെ ഏൽക്കുന്നില്ല എന്നുള്ളതും CPM ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. രാഹുലിനെതിരെയുള്ള ആക്ഷേപങ്ങൾ അമിതമായതോടെയാണ്
ജനങ്ങളിൽ അത് മടുപ്പുണ്ടാക്കി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർ ഇനി പിടിക്കാൻ പോകുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴികൾ വന്ന സമയത്ത് പലരും ഉയർത്തിവെച്ച അല്ലെങ്കിൽ ഉന്നയിച്ച പേര് ഷാഫി പറമ്പിലിൻ്റെതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും വി ഡി സതീശനും ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് എന്നാണ് ഡോക്ടർ പി സരിൻ ആവർത്തിച്ച് പറഞ്ഞത്. ഷാഫി ഹെഡ് മാസ്റ്റർ ആണെന്നും രാഹുൽ ശിഷ്യനാണെന്നും പ്രിൻസിപ്പൽ ആണെന്നും ഒക്കെയുള്ള രീതിയിൽ CPM നേതാക്കൾ അശ്ലീല ചെവിയോടെ കടന്നാക്രമിച്ചത് നമ്മളെല്ലാം കണ്ടതുമാണ്. ഷാഫിയാണ് രാഹുലിന്റെ എല്ലാ ഇടപാടുകൾക്കും പിന്നിലെന്നും ഷാഫിയാണ് ബാംഗ്ലൂരിലേക്ക് അടിക്കടി പോകുന്നതെന്നുമൊക്കെ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഷാഫിയെ ടാർഗറ്റ് ചെയ്താൽ രാഹുലിനെയും സതീഷിനെയും ഒരുപോലെ തളയ്ക്കാമെന്ന തന്ത്രമാണ് ഇവിടെ ഇവർ പയറ്റിയത്. BJP സംബന്ധിച്ച് ഷാഫി പറമ്പിലുള്ള വൈരാഗ്യത്തിന്റെ പ്രധാന കാരണം വർഗീയം തന്നെയാണ്. ഷാഫിയുടെ പേരും മതവും അവർക്ക് വലിയ അലർജി ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷാഫിയെ സുഡാപ്പിയാക്കാൻ അവർ ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്തു. BJP IT സെൽ നിരന്തരമായി ഷാഫിക്കെതിരെ വർഗീയ പരാമർശങ്ങളുമായി രംഗത്ത് വന്നു. അതായത് അത്രത്തോളം വലിയ വർഗീയ തരത്തിലുള്ള പരാമർശങ്ങളുമായി ഇവർ രംഗത്ത് വന്നതുമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഷാഫിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനും അതുപോലെ തന്നെ BJP നേതാക്കൾ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഈ ശ്രീധരനെ പോലെ ഒരു വമ്പന്മാരെ തോൽപ്പിച്ച് ജനങ്ങൾ ഷാഫി ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. വടകരയിൽ KK ശൈലജയെ പോലെ അത്രത്തോളൊരു വലിയ ജനപ്രതി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്ര സ്വാധീനമുള്ള ശൈല ടീച്ചറെ പോലൊരു കരുത്തയായ നേതാവിനെ തോൽപ്പിച്ചത് വൻ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിച്ച ഇന്ന് കോൺഗ്രസിന്റെ അനിവാര്യ ഘടകം കൂടിയാണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ സൈബർ കൊട്ടേഷൻ നൽകുന്ന ആളാണെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ ടെക്കികളെ വിലക്കെടുത്തിരിക്കുകയാണെന്നും ഇല്ലാത്ത കഥകൾ ചിലകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകളെല്ലാം ചില ഇടത് ചാനലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷാഫിയുടെ ഇമേജ് വളർത്താൻ കോടികൾ എറിഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഷാഫിയെ രാഷ്ട്രീയമായി തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് കുറ്റ്യാടിയിലെ യാത്രയിൽ ഷാഫി മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നത്. ഷാഫിക്ക് അവതാരക്കുറവുണ്ടായെന്നും അല്ലെങ്കിൽ കുറവാണെന്നും പ്രസംഗിക്കാൻ വിളിക്കാത്തതിൽ പ്രകോപിതനായി എന്നും അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരം കലഹങ്ങൾ എതിരാളികൾക്ക് വലിയ ആയുധമായി മാറുക കൂടിയാണ്. മുല്ലപ്പള്ളിയെ പോലുള്ള ഒരു മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഗൗരവമായി ആലോചിക്കേണ്ടി കൂടിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഒരു സുഡാപ്പിയാണെന്നും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി VD സതീശനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറന്നു പിടിക്കുക കൂടിയാണ്. വടകരയിലെ തോൽവിക്ക് പിന്നാലെ വന്ന കാഫർ സ്ക്രീൻഷോട്ട് വിവാദം ചീറ്റിപ്പോയതോടെയാണ് പുതിയ തിരക്കഥകളുമായി CPM വരിക കൂടി ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആക്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെയാണ് ഷാഫിയെ തകർക്കാനായി അവരുടെ ഇപ്പോഴത്തെ നീക്കമുണ്ടാകുന്നത്. ഷാഫി ഒരു പവർ സെന്ററായി വളരുന്നത് തടയുക എന്നുള്ളതാണ് പലരുടെയും രഹസ്യ അജണ്ട എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലത്തെ ലക്ഷ്യം VD സതീശനായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. കാരണം അധികം വൈകാതെ സതീഷിനെതിരെയും കേരളത്തെ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉയരാനും സാധ്യതകളുണ്ട്. പരവൂരിലെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണവും സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയുള്ള ചില അങ്ങാടി കഥകളും അടക്കം ഇപ്പോൾ ചർച്ചകളിൽ വരുന്നുമുണ്ട്. സതീഷിനെതിരെ ഒരു കെണിയൊരുക്കി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാനും CPM പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ കത്ത് ജ്വലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലബാർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാത്രമല്ല സകല വിഭാഗങ്ങൾക്കിടയിലും കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നുമുണ്ട്. പാലക്കാട് അഗ്രഹാരങ്ങളിൽ പോലും ഷാഫിക്ക് വോട്ട് ലഭിച്ചത് BJPയെ ഞെട്ടിക്കുകയും ചെയ്ത കാര്യമാണ്. വടകരയിൽ ഇത്ര ജനപിന്തുണയും ഷാഫിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മതേതര വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ ഷാഫി കാണിക്കുന്ന മിടുക്ക് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇടക്കുന്ന കാര്യം കൂടിയാണ്. വടകരയിലെ ആ ചരിത്ര വിജയം വെറുമൊരു തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, മറിച്ച് കേരളം ആഗ്രഹിക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഷാഫി ഇറങ്ങിത്തിരിച്ചാൽ അത് വിജയത്തിൽ തന്നെ എത്തുമെന്ന് വടകരയിലെയും അതുപോലെ പാലക്കാട്ടെയും ഫലങ്ങൾ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ UDF MLA-മാരില്ലാത്ത കുറവ് ഷാഫിയുടെ സജീവ സാന്നിധ്യം നികത്തുമെന്ന് പലരും കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷാഫിയെ പ്രൈമറി ടാർഗറ്റാക്കി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ CPM-ഉം BJP-യും അണിയറയിൽ ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെയും ഷാഫിയും ചേർത്ത് കെട്ടി കഥമെനഞ്ഞവർ ഷാഫിയെ പോലും അല്ലെങ്കിൽ ഷാഫിയെ മാത്രം ലക്ഷ്യമിട്ട് പുതിയ അക്രമങ്ങൾ അയച്ചുവിടാൻ ഒരുങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാഹുലിന്റെ ഇമേജ് തകർത്തതുപോലെ ഷാഫിയും ഒരു ക്രിമിനൽ ഗാങ്ങിന്റെ തലവനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതിനായി ചില ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും അവർ ഫണ്ട് ചെയ്തു എന്നുള്ള ആരോപണവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളെ വേട്ടയാടുന്നത് തുടരുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള സ്വാധീനം വർദ്ധിക്കുന്നു എന്നത് മാത്രമാണ് കോൺഗ്രസിനുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഷാഫി പറമ്പിലെതിരെ കൂടുതൽ ബാലിശമായ ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴിതാ കണ്ടുവരുന്നത്. രാഷ്ട്രീയ എതിരാളികൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ യുവതുർക്കികൾ കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അവരുടെ ഓരോ ചുവടുവെപ്പും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ കോടതിയിൽ തകരുമ്പോൾ അത് കോൺഗ്രസിന്റെ വലിയ ഊർജ്ജമാവുകയും ചെയ്യും. ഷാഫി പറമ്പിലെതിരെയുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ് അല്ലെങ്കിൽ തള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടും വടകരയിലും നമുക്കത് കാണിച്ചു തന്നതുമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഈ യുവ നേതാക്കളുടെ കരുത്ത് അത്യാവശ്യമാണെന്ന് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെക്കാളൊക്കെ ഉപരി പാർട്ടിക്കുള്ളിൽ തന്നെ ചാരന്മാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഷാഫിക്ക് സമ്പത്തിനും അല്ലെങ്കിൽ സംഘത്തിനുമൊക്കെയുള്ള മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. വരും കാലങ്ങളിൽ കേരള നിയമസഭയിൽ ഈ യുവതാരങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. ഇപ്പോൾ അവയെ ഭയപ്പെടുത്താൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ അവരെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.